നമസ്കാരം. ഞാൻ മനോജ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഞാൻ പൊതുവെ എൻ്റെ ഈ മുഖത്ത് ഈ സ്കിന്നിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ബ്യൂട്ടി പാർലർ, ഫേഷ്യൽ ഇതൊന്നും ചെയ്യാറില്ല. അന്നങ്ങനെ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവെ ക്രീമുകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ സ്കിൻ ശ്രദ്ധിക്കണം എന്നൊക്കെ എപ്പോഴും എൻ്റെ ഭാര്യ പറയാറുണ്ട്. എന്നാലും എനിക്ക് പേടിയാണ്. കാരണം വല്ല തക്കാളിയോ വല്ല അങ്ങനെയുള്ള വല്ല നാടൻ സാധനങ്ങളൊക്കെ വെച്ച് തേച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ക്രീമിന്റെ കാര്യം വന്നതും അത് നമ്മുടെ ലക്ഷ്മി നായരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അതിന്റെ പരസ്യങ്ങളായിട്ടൊക്കെ ഞാനത് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചോദിക്കുകയായിരുന്നു അവരോട്. പക്ഷെ അവരോട് ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചാണ്. പക്ഷെ അവർ പറഞ്ഞു, മാം അത് കുഴപ്പമില്ല, മാമിന് തരാം, മാമിന് അത് നിങ്ങളൊന്ന് ഇത് പറഞ്ഞാൽ മതി ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വരുത്തി ഉപയോഗിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ ഇങ്ങനെ ഒരു പേടിയോടെ കാണാനുള്ള സമൂഹത്തിൽ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ വീട്ടിലിങ്ങനെ ഇരിക്കണ ഇവളുടെ ക്രീം എടുത്ത് വെറുതെ ഇങ്ങനെ തേച്ച് നോക്കിയാ. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ മനൂരൊരു മാറ്റം. ഞാൻ ചെറുത് വെച്ച്, നിങ്ങൾ മുഖത്ത് വല്ലതും തേക്കുന്നുണ്ടോ? ഒന്നും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ മുഖത്ത് എന്തൊരു മാറ്റം, ഇവിടുത്തെ ഒരു കറുപ്പൊക്കെ പോയത്. മാത്രമല്ല, ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോ മേക്കപ്പ് മാമാർക്ക് നമ്മുടെ മുഖം അടുത്ത് കാണൂല. അപ്പൊ ഞാൻ മേക്കപ്പ് മാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തപ്പോൾ ചേട്ടാ ഇവിടെയൊക്കെ പാടുന്ന അതുണ്ട് പ്രായമായില്ലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അടുത്ത ഷെഡ്യൂളിൽ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ ഈ മേക്കപ്പ് മാൻ്റെ അടുത്ത് വെച്ചു, ചേട്ടാ ഇവിടെയൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്, ചേട്ടൻ പലത് യൂസ് ചെയ്യണ്ട. യൂസ് ഒന്നും ചെയ്യണം അങ്ങനെ നുണയൊക്കെ പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ക്രീം തീർന്നുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, താരോ കൈകെടുത്തുന്നത്. ഈ ഭാഗത്തൊക്കെ കറുപ്പുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് മാറി. അതായത് നമ്മൾ ഈ പറഞ്ഞ വെളുത്ത് തുടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ സ്കിന്നിനൊരു ഈവൻ സ്കാർസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ഗ്രേസ്ഫുള്ളി അത് കുറച്ച് എന്താ പറയുക ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. മുഖത്ത് ഈ അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴി അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ല, ഭൂപടം മാതിരിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറി ഒരു നല്ല ഇതായി തോന്നുന്നു. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോ റെജുവിനേറ്റ ഗോൾഡ്, അത് ഓരോ ഏജ് ഗ്രൂപ്പിലുണ്ടെന്നുള്ളതാണ്. റെജുവിനേറ്റ ഗോൾഡ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഏജ് ഗ്രൂപ്പ്സിനുണ്ട് കേട്ടോ. ഓരോ 30 വരെ, 35 കഴിഞ്ഞാല് 40, 45. അപ്പൊ ഞങ്ങള് 45+ ആണ് ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇത് ഒരുപാട്, ഇനിയിപ്പോ അതിനെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ പുള്ളിയും കൂടി ഉപയോഗിച്ചപ്പോ അതിന്റെ ഇതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഈ ക്രീം ഉപയോഗിച്ചപ്പോൾ നല്ലൊരു നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഈ ചെറുതായിട്ട് എടുത്താൽ മതി. അതേതാണ്ട് മുഖം. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസമുള്ള, എന്താ പറയാ, ഭയങ്കര ഒരു നമുക്കിങ്ങനെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പൊ എല്ലാം കൊണ്ടും പിന്നെ ഇതിന്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളില്ല. വളരെ എന്താ പറയാ, ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതാണ്, നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനം. പരസ്യമല്ലോ ഉള്ള കാര്യം, അനുഭവത്തിൽ വന്നൊരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കിവിടെ നല്ല കറുപ്പായിരുന്നു, അത് നന്നായിട്ട് കണ്ടതേ, ഭയങ്കരമായിട്ട് കുറവ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. യെസ്, അപ്പൊ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്തായാലും താങ്ക് യു ബെനോറോ ഓർഗാനിക്സ് റെജുവിനേറ്റ ഗോൾഡ്.